കുളിച്ച് ഫ്രഷായി ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അടുത്ത കോവിലിലേക്ക്. Guys, this is Tanjavur Big Temple, also known as ബൃഹദേശ്വര ടെമ്പിൾ. ഏകദേശം ഒരു 45 ഏക്കറോളം വരും ഈ ടെമ്പിൾ കോംപ്ലക്സ്. ഇങ്ങനെ ഒരു ഇത് വിരിച്ച കാരണം കുറച്ചൊരു എന്നാലും ഉണ്ട് നല്ല ചൂട്. എൻ്റെ ഒപ്പം ഇവിടെ ഒന്നും നടക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം 11:45, കറക്റ്റ് നട്ടുച്ച. ഈ ചവിട്ടിയിൽ നടന്നിട്ടും കാര്യമില്ല കേട്ടോ, നല്ല ചൂടുണ്ട്. അവിടെ വാട്ടറിങ് ഉണ്ട്. ദാറ്റ്സ് ഓക്കെ. ചോല വംശത്തിൽപ്പെട്ട രാജരാജ ചോല മഹാരാജാവ് വലിയൊരു ശിവഭക്തനായിരുന്നു. ഈ ഭക്തി സൂചകമായിട്ടാണ് അദ്ദേഹം 7 വർഷമെടുത്ത് 1010 AD നമ്മൾ ഇന്ന് കാണുന്ന ബൃഹദേശ്വര ക്ഷേത്രം പണിതത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നതാണ് നന്ദി മണ്ഡപം. ഇതിന്റെ തൊട്ടു പുറകിലായിട്ടാണ് പ്രധാന ക്ഷേത്ര കെട്ടിടമായ വിമാന പണിതിരിക്കുന്നത്. വിമാനയുടെ ഉള്ളിൽ ഏകദേശം 20 ടണ്ണോളം ഭാരമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠ. മുകളിലാണെങ്കിൽ ഏകദേശം 80 ടണ്ണോളം ഭാരമുള്ള ഒരു ഡോമും. ഇത്രയും ഭാരമുള്ള ഒരു ഡോം ആ കാലഘട്ടത്ത് എങ്ങനെയാണ് മുകളിൽ എത്തിച്ചത് എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ഇവിടുത്തെ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിന്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിന്റെ സ്ഥിരതയെ പറ്റി ചോദ്യം ചെയ്ത രാജാവിനോട് ക്ഷേത്രത്തിന്റെ ആർക്കിടെക്റ്റ് ആയ പെരുന്തച്ചൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ കെട്ടിടമല്ല, ഇതിന്റെ നിഴല് പോലും വീഴത്തില്ല എന്നായിരുന്നു. അതെ ഗൈസ്, ഈ ക്ഷേത്രങ്ങളുടെ നിഴലൊന്നും നമുക്ക് അവിടെ താഴെ കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഈ കാലഘട്ടമാണോ അതോ ആ കാലഘട്ടമാണോ അഡ്വാൻസ്ഡ് എന്ന്. ട്രൂ ആർക്കിടെക്ചറൽ ബ്യൂട്ടി. അങ്ങനെ ടെമ്പിൾ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് വിട്ടു. ഹോട്ടൽ കണ്ണപ്പ. ഫുഡ് അത്യാവശ്യം അല്ല, നല്ല ഗ്രാൻഡ് തന്നെയായിരുന്നു ഗൈസ്. ഒരു വിപുല സമൃദ്ധമായ നോൺ വെജ് ഭക്ഷണം. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു രാമേശ്വരം.